ഡിജിറ്റൽ പേയ്മെന്റുകൾ എത്രയൊക്കെ വളർന്നാലും നമ്മുടെ പോക്കറ്റിലെ കറൻസി നോട്ടുകളോടുള്ള ഇഷ്ടം ഇന്ത്യക്കാർക്ക് കുറഞ്ഞിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലെത്തുന്ന 100, 200, 500 രൂപ നോട്ടുകളുടെ രൂപം മാറാൻ പോവുകയാണ്. അതെ, കൂടുതൽ കാലം ഈട് നിൽക്കുന്ന കീറിപ്പോകാത്ത പ്ലാസ്റ്റിക് അഥവാ പോളിമർ നോട്ടുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിന്റെ കഴിഞ്ഞ 2 ബോർഡ് യോഗങ്ങളിലും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നിലവിലുള്ള പേപ്പർ നോട്ടുകൾ അപേക്ഷിച്ച് നിർമ്മാണ ചെലവ് കുറവാണ് എന്നത്, കൂടുതൽ കാലം കേടുപാടുകൾ കൂടാതെ നിലനിൽക്കും എന്നതുമാണ് പ്ലാസ്റ്റിക് നോട്ടുകളിലേക്ക് മാറാൻ RBI പ്രേരിപ്പിക്കുന്നത്. ഇതിനായുള്ള ഒരു പൈലറ്റ് പ്രോജക്റ്റ് അടുത്ത മാസങ്ങളിൽ തന്നെ പ്രഖ്യാപിച്ചേക്കും. പ്ലാസ്റ്റിക് നോട്ടുകൾ വിതരണം ചെയ്യാൻ തക്കവണ്ണം ATM മെഷീനുകളും ആവശ്യമായിട്ടുള്ള സാങ്കേതിക മാറ്റങ്ങളും വരുത്തും. ഇന്ത്യയിൽ കറൻസി അച്ചടിക്കുന്നതിനുള്ള ചെലവ് കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പുതിയ നീക്കം ഉണ്ടാകുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ കറൻസി അച്ചടിക്കാൻ മാത്രം RBI ചെലവഴിച്ചത് 6372.8 കോടി രൂപയാണ്. തൊട്ടു മുമ്പത്തെ വർഷം ഇത് 5101.4 കോടി രൂപയായിരുന്നു. നോട്ടുകളുടെ അമിത ഉപയോഗവും അവ പെട്ടെന്ന് അഴുക്കാകുന്നതുമാണ് മറ്റൊരു പ്രധാന കാരണം. കഴിഞ്ഞ വർഷം മാത്രം 23.8 ബില്യൺ പഴയ നോട്ടുകളാണ് RBIക്ക് നശിപ്പിച്ചു കളയേണ്ടി വന്നത്. ഇതിൽ ഭൂരിഭാഗവും 100, 500 രൂപ നോട്ടുകളായിരുന്നു. യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ എന്ന ആശയം ഇന്ത്യക്ക് പുതിയതല്ല. ഒരു 10 ആണ്ട് മുൻപ്, അതായത് 2012-ൽ UPI സർക്കാരിന്റെ കാലത്ത് 10 രൂപയുടെ 1 ബില്യൺ പ്ലാസ്റ്റിക് നോട്ടുകൾ 5 നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അന്ന് നേരിട്ട ചില സാങ്കേതിക വെല്ലുവിളികൾ കാരണം ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് സാങ്കേതികവിദ്യ ഏറെ മുന്നേറിയ സാഹചര്യത്തിൽ ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കാൻ കഴിയുമെന്നാണ് RBI വിലയിരുത്തുന്നത്. പേഴ്സിൽ മടക്കി വെച്ചാലും കീറാത്ത, വെള്ളത്തിൽ നനഞ്ഞാലും കേടുപറ്റാത്ത പ്ലാസ്റ്റിക് നോട്ടുകൾ വൈകാതെ നമ്മുടെ കൈകളിലേക്ക് എത്തും. ഡിജിറ്റൽ യുഗത്തിലും പണത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതൊരു വലിയ ചുവടുവെപ്പായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള.